ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ഫുൾ വീഡിയോ ആണ്. നമ്മളിതാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ മിനിയേച്ചർ കുക്കിംഗ് സെറ്റിൽ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്കതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കുഴക്കണ്ടേ, അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് പോയി കുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ വന്ന് കാണിക്കുകയല്ല. ഞാൻ ഇതിൽ തന്നെ എത്രത്തോളം കുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെയാണ് കുക്ക് ചെയ്യുക. എല്ലാം ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയത് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ചോറുണ്ടാക്കിയിട്ടുണ്ട്, ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്മോൾ ബോൾസ് ആക്കാം. നമുക്ക് ഇത് ചപ്പാത്തി പരത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ നമുക്ക് തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ചപ്പാത്തി കൈ കൊണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു മിനി ചപ്പാത്തി കിട്ടും. പക്ഷേ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചപ്പാത്തി നമ്മളൊന്ന് പരത്തി റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മളാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും നമുക്കിങ്ങനെ നമ്മുടെ മിനി ചപ്പാത്തി ആക്കി എടുത്തതിന് ശേഷം നമ്മളിതാ ഞാൻ ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കത്തിക്കാനും യൂസ് ചെയ്യുന്നത്. ക്യാൻഡിൽസാണ് ഞാൻ യൂസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലും കുറച്ച് എണ്ണ തടവി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ചപ്പാത്തി നമുക്ക് ഈ ക്യാൻഡിൽസിന് അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നോർമലി ഉള്ള ചൂടെല്ലാം കിട്ടും. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്മോൾ ആയിട്ടുള്ള വിറകുകളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ചപ്പാത്തി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ചപ്പാത്തി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ചപ്പാത്തി ഉണ്ടാക്കി